ഹലോ, ടുഡേയ്സ് വീഡിയോ ഈസ് ഓൾ അബൌട്ട് നമ്മൾ വിഷുവിൻ്റെ അന്ന് പൂർണ്ണത്രയേശൻ്റെ അമ്പലത്തിൽ പോയിരുന്നു കേട്ടോ, തൃപ്പൂണിത്തറ പൂർണ്ണത്രയേശൻ്റെ അമ്പലത്തിൽ. അപ്പോൾ വിഷുവിൻ്റെ വ്ളോഗിൻ്റെ കൂടെ ഞാനിത് ആഡ് ചെയ്യാത്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വിഷുവിൻ്റെ വ്ളോഗ് ഞാൻ ഓൾറെഡി എഡിറ്റ് ചെയ്തിട്ടില്ല. സോ അതിൻ്റെ കൂടെ ഇത് ആഡ് ചെയ്ത് എഡിറ്റൊക്കെ ചെയ്ത് വരുമ്പോൾ അടുത്ത വർഷത്തെ വിഷു ആവും. അതുകൊണ്ട് തൽക്കാലം നമുക്ക് ഇത് മാത്രമായിട്ട് കാണാം. അപ്പം ഞങ്ങൾ വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്ക്, അപ്പം ഞാനും ട്രിവാൻഡ്രത്തെ അമ്മയും അച്ഛനും കുഞ്ചും കൂടെ മാത്രമാണ് പോയത്, വേറെ ആരും ഇല്ലായിരുന്നില്ല. അപ്പം വൈക്കത്തെ അമ്പലവും ഈ അമ്പലം എനിക്ക് ഏകദേശം ഒരേപോലത്തെ ഒരു ഫീലാണ് കേട്ടോ. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള, ഏകദേശം ഒരേപോലത്തെ ലുക്കൊക്കെ ഉള്ളൊരു അമ്പലമാണ്. എനിക്കത് രണ്ടും ഭയങ്കര വൈബുള്ള അമ്പലമാണ്. ഞാൻ അങ്ങനെ എപ്പോഴും അമ്പലത്തിൽ പോകുന്ന ഒരാളൊന്നും അല്ല, എന്നും ഡെയിലി അങ്ങനെ അമ്പലത്തിൽ പോകുന്ന ആളൊന്നും അല്ല. പക്ഷെ പോകുമ്പോൾ ഭയങ്കര വൈബാണ് എനിക്ക് അമ്പലം എന്ന് പറയുമ്പോൾ. ഓക്കെ, സൈഡിൽ കമ്പ് വെച്ച് കാണുന്നു. ഉണ്ടോ? തീർന്നില്ലേ? അപ്പം അവിടെ ഇങ്ങനെ പന്തം പോലെയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ കത്തിക്കാൻ. അപ്പം ഞാനത് കാണാത്തതുകൊണ്ട് ഇങ്ങനെ കൈകൊണ്ട് കത്തിക്കുന്ന കണ്ടിട്ട്, സന്ധ്യ നമ്മൾ ദീപാരാധന സമയത്താണ് കറക്റ്റ് ചെന്നത്, അതുകൊണ്ട് എനിക്ക് കത്തിക്കാൻ പറ്റി. അപ്പോൾ അവിടെയുള്ള ഒരു ആൻറ്റി എനിക്കിങ്ങനെ പറഞ്ഞു തന്നാൽ, ഇത് കഷ്ടപ്പെട്ട് കത്തിക്കുന്ന കണ്ടിട്ട് അവിടെ കമ്പുണ്ട് മോളെ എന്ന് പറഞ്ഞു തന്നാണ്. ഞാൻ പോയി അപ്പുറത്തുനിന്ന് കമ്പൊക്കെ എടുത്തുകൊണ്ട് വന്ന് അമ്മയ്ക്കും കൊടുത്ത് ഞങ്ങൾ കത്തിക്കുകയാണ് ഗായ്സ്. ഇത് ഫുള്ളിങ്ങനെ ചുറ്റിനും കത്തിച്ച് കഴിയുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. ഒരു രക്ഷയില്ല. അതിങ്ങനെ നേരിട്ട് കാണുമ്പോഴാണ് കുറച്ചുകൂടെ ഒരു രസം. അപ്പോൾ അതാ ഞാനും അമ്മയും ആക്സിഡൻ്റലി ചുമലയൊക്കെ ഇട്ട് ഒരുമാതിരി ചുമന്ന് തുടുത്തായില്ല രണ്ടുപേരും കൂടെ പോയത് കേട്ടോ. ഒരുമാതിരി വെട്ട് ചുമലയും കൂടെ ആയിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ ചെന്ന് ചുറ്റുവിളക്ക് കത്തിക്കുന്ന സമയത്ത് കുഞ്ഞിന് കുറേ ഫ്രണ്ട്സിനെ കിട്ടി. പിന്നെ അവരുമായിട്ട് കളിയായിരുന്നു കേട്ടോ. പിന്നെ പിടിച്ചോണ്ട് അവിടെ നിന്ന് പോരാനായിരുന്നു പാട്. വരണ്ടേ, അതുങ്ങൾക്കും വീട്ടിൽ പോകാൻ പറ്റുന്നില്ല, അവളും വരുന്നില്ല. പിന്നെ ഒരു വിധത്തിൽ തൂക്കിയെടുത്ത് തോളത്തിട്ടിട്ട് ഞാനിങ്ങ് പോകുന്നു. ഓക്കെ, അപ്പം അത്രയൊക്കെ ഉള്ളായിരുന്നു. നല്ല കറക്റ്റ് ടൈമിൽ പോയി ദീപാരാധനയും തൊഴുത് വിളക്കും കത്തിച്ചു. എന്നിട്ട് ഞങ്ങളെല്ലാവരും കൂടെ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു. അപ്പോൾ അത്ര ഉള്ളായിരുന്നു വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.